വേറൊന്നും പറയാനുള്ളത് സ്വലാത്തിന്റെ പവിത്രതയാണ്. അത്ഭുതമാണ് സ്വലാത്തുൽ ഫാത്തിഹ, അത്ഭുതമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് നിഅമത്താണ് സ്വലാത്തുൽ ഫാത്തിഹയ്ക്ക് തന്നിട്ടുള്ളത്. സ്വലാത്തുൽ ഫാത്തിഹ വല്ലാത്തൊരു നിഅമത്ത്. അതിന്റെ അർത്ഥം തന്നെ എന്താ? അടക്കപ്പെട്ട് തുറക്കണം. എവിടെയാണോ സ്വലാത്തുൽ ഫാത്തിഹ കേൾക്കുന്നത് അവിടെ അല്ലാഹു റഹ്മത്തിന്റെ മലക്കിനെ അല്ലാഹു ഇറക്കി കൊടുക്കുന്നു. അത്രക്കും ഫദിലാണ്, അത്രക്കും ഫദില. നാളെ പറയാണ്ട് അത്ഭുതങ്ങൾ, നാളെയും പറയാണ്ട്. സ്വലാത്തുൽ ഫാത്തിഹിന്റെ അത്ഭുതങ്ങൾ അവസാനിക്കൂല. അത് ദിവസം വന്നും പറഞ്ഞുകൊണ്ടേയിരിക്കും. നാളെയും പറയാനുണ്ട് സ്വലാത്തുൽ ഫാത്തിഹിന്റെ നിഅമത്ത്. ഒരു കുടുംബത്തിന് അല്ലാഹു കൊടുത്ത നിഅമത്ത് വലിയ നിഅമത്താണ്. ഒരു ഉമ്മയും ഒരു കുടുംബം വലിയ കരച്ചിലാണ്, വല്ലാത്ത കണ്ണീരിലാണ്. കരഞ്ഞ് 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 അവസാനം സ്വലാത്തുൽ ഫാത്തിഹയിലൂടെ അല്ലാഹു കൊടുത്ത നിഅമത്ത് വലിയ നിഅമത്താണ്. ഒരു കുടുംബം എന്നും കരയും തന്റെ മകനെ ഓർത്ത്. കരയാത്ത ദിവസങ്ങളില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സ്വലാത്തിനെ കുറിച്ച് അവർ അറിയുന്നത്. അത് കേൾക്കാൻ തുടങ്ങി. അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്തിന്റെ മാലാഖമാർ ഇറക്കി കൊടുത്തു. സ്വലാത്തുൽ ഫാത്തിഹ സാധാരണ ഒരു സ്വലാത്തല്ല. ഈ സ്വലാത്തിനെ കുറിച്ച് നിങ്ങൾക്ക് വല്ലതും അറിയോ? ഈ സ്വലാത്തില് അമ്പരപ്പിക്കുന്ന പുണ്യങ്ങളും അതിശക്തമായ ഫലങ്ങളും ഒരുപാട് രഹസ്യങ്ങളും ഈ സ്വലാത്തിൽ അടങ്ങിയിട്ടുണ്ട്. ദിനംപ്രതി 100 സ്വലാത്ത് മുടങ്ങാതെ പതിവാക്കുകയാണെങ്കിൽ അവന്റെ ഹൃദയം പ്രശോഭിതമാകും. അവന്റെ ദുനിയാവിൽ എന്ത് കാര്യങ്ങൾ ആഗ്രഹിച്ചാലും അത് നടക്കും. അത് മാത്രമല്ല, ഈ സ്വലാത്തിന്റെ ഓരോരോ വാക്യങ്ങളും ഓരോരോ വാക്കുകളും اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله قدره مقداره العظيم. തീജാനി തങ്ങൾ പറയാണ്, ഈ സ്വലാത്തിന്റെ എല്ലാ വാക്കുകളും പരിശുദ്ധ ഖുർആനിൽ നിന്നുള്ളതാണ്. പിന്നെ തീജാനി തങ്ങൾ എന്താണ് പറഞ്ഞതെന്നറിയോ? ഈ സ്വലാത്ത് ഒരാളെ കയ്യിൽ നിന്ന് ഇജാസത്ത് വാങ്ങി നിങ്ങളെങ്ങാനും ചൊല്ലിയാൽ നിങ്ങളെ ദുനിയാവിലും നിങ്ങൾ വിജയിച്ചു, ആഖിറത്തിലും നിങ്ങൾ വിജയിച്ചു. അത്രക്കും പ്രതിഫലമാണ്. പിന്നെ തീജാനി തങ്ങൾ പറയാണ്, ഈ സ്വലാത്ത് പതിവാക്കുന്നവര് ഈമാനോട് കൂടി മാത്രമായിരിക്കും മരിക്കുക. അത് മാത്രമല്ല, ഒരു പ്രയാസവും കൂടാതെ അവനക്ക് സ്വർഗത്തിലേക്ക് കടക്കാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. ഒരുപാട് മഹാന്മാര് അവർ കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ടോ,
പിന്നെ തീജാനി തങ്ങളെ പറയാണ്, സ്ഥിരമായി സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുന്നവരുടെ ഹൃദയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപ്പാപ്പയുമായി ഒരു ബന്ധം ഉണ്ടാവും. അവിടെ നിങ്ങൾ നോക്ക്, ഈ സ്വലാത്ത് ചൊല്ലുന്ന ആളുകളുണ്ടല്ലോ, അവരും റസൂലായിട്ടൊരു ബന്ധം ഉണ്ടാവും. അറിയോ? അത് മാത്രമല്ല, തീജാനി തങ്ങളെ പറയാണ്, ഒരുപാട് സ്വലാത്തുകൾ ഈ ദുനിയാവിലുണ്ട്. മറ്റു മുഴുവൻ സ്വലാത്തിന്റെ രഹസ്യങ്ങള് ഈ സ്വലാത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ആരിഫീങ്ങള് പറയുന്നുണ്ട്. മാത്രമല്ല, കിതാബുകൾ രേഖപ്പെടുത്തിയതും ആരിഫിയുടെ ഹൃദയത്തിൽ നിന്നും പുറത്തുനിന്നുമായ ലക്ഷക്കണക്കിന് പ്രത്യേകതകള് ഈ സ്വലാത്തിനുണ്ട്. ഇത് സാധാരണ സ്വലാത്തല്ല. മനസ്സിലായോ? ആരെങ്കിലും ഒരാള് ദിവസം ഒരു സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ അവന്റെ 400 കൊല്ലത്തെ പാവം പുറത്തു കൊടുക്കുമത്രേ. നിനക്കറിയോ? നിനക്ക് എന്തിനും മനസ്സിലായോ? ആരെങ്കിലും ഒരാള് ഈ സ്വലാത്ത് സ്ഥിരമായി ചൊല്ലുകയാണെങ്കിൽ അവന് റസൂലുള്ളാഹി തങ്ങളുമായിട്ട് ഒരു ബന്ധമുണ്ടാകും. അല്ലാഹു റാഹത്തിലാക്കട്ടെ. ഭയങ്കര ഫലാണ് ഈ സ്വലാത്ത്. നിങ്ങൾക്കറിയോ? സാധാരണ സ്വലാത്തല്ലത് കേട്ടോ. തീജാനി തങ്ങളെ പറയാണ്, ആരോടെ പറയുന്നറിയോ? ഒരുപാട് ഖലീഫന്മാരോട് പറയാണ്. എന്താ പറയുന്നറിയോ? നിങ്ങൾ ഈ സ്വലാത്ത് ജനങ്ങളിലേക്ക് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ മറ്റുള്ളവരിലേക്ക് അറിയിച്ചു കൊടുക്കണം. അപ്പൊ ഖലീഫമാര് ചോദിക്കാണ്, എന്തിനാണ് ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുന്നത്? അപ്പോ തീജാനി തങ്ങൾ പറയാണ്, അവര് ഈമാനോട് കൂടി മരിക്കാൻ വേണ്ടിയാണ്. അറിയോ? തീജാനി തങ്ങൾ പറയാണ്, ദുനിയാവിൽ നിന്ന് ചുരുങ്ങിയത് ദിവസം ഒരു സ്വലാത്ത് പതിവാക്കിയാൽ ആഖിറത്തിൽ അവൻ പരാജയപ്പെടില്ല. അതുപോലെ ദുനിയാവിൽ നിന്ന് ചുരുങ്ങിയത് ദിവസം ഒരു സ്വലാത്തുൽ ഫാത്തിഹ പതിവാക്കിയാൽ ആഖിറത്തിൽ അവൻ പരാജയപ്പെടൂല. അത് മാത്രമല്ല, ഈ ഒരു സ്വലാത്തിന് 6 ലക്ഷം പ്രതിഫലമുണ്ടെന്ന് മഹാനൊരു കിതാബുകൾ പറയുന്നുണ്ട്. വ്യാഴാഴ്ച ദിവസം, വെള്ളിയാഴ്ച ദിവസം, തിങ്കളാഴ്ച ദിവസം 1000 വീതം പതിവാക്കി ചൊല്ലിയാൽ അന്ന് രാത്രി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കനവിലൊന്ന് കാണാൻ, സ്വപ്നത്തിൽ കാണാൻ എന്താവും? ഒരു വഴിയല്ല കാണിച്ചു തരും. അറിയോ? അത്രയ്ക്ക് പ്രതിഫലമാണ്. സയ്യിദ് അഹമ്മദ് ദഹ്ലാനി റളിയല്ലാഹു തആല തങ്ങളെ പറയാണ്, ഈ സ്വലാത്ത് ശൈഖന്മാരുടെ കുത്തുബായ
ഔലിയാക്കളെ കുത്തുബായ ഇറാഖിന്റെ തലസ്ഥാനമായ ബഗ്ദാദിന്റെ മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി തങ്ങളുടെ സ്ഥിരം ഔറാദിൽ പെട്ടതാണ് ഈ സ്വലാത്ത്. നിങ്ങൾ എന്താ വിചാരിച്ചത്? ഇത് എല്ലാവർക്കും ഇത് ചൊല്ലാൻ കഴിയില്ല. അങ്ങനെ ഇത് ചൊല്ലാൻ തുടങ്ങിയാലോ ഇതില്ലാതെ ജീവിക്കാനും കഴിയില്ല. ഇത് ഭയങ്കര റാഹത്താണ്. അള്ളാഹു ബർക്കത്ത് നൽകട്ടെ.